ഹലോ ഡേസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ സോഷ്യോളജി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഇന്ത്യൻ സോഷ്യോളജി എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് 2 യൂണിറ്റുകളാണ്. അതിൽ യൂണിറ്റ് 1 സിവിലൈസേഷണൽ അപ്രോച്ച്. പ്രധാനമായിട്ടും ഇതിൽ അടിസ്ഥാന ജീവിത മാർഗങ്ങൾക്കപ്പുറം പുരോഗമിച്ച സങ്കീർണവും സാംസ്കാരികമായി സമ്പന്നമായിട്ടുള്ളൊരു സമൂഹത്തെയാണ് നാഗരികത എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ അടിസ്ഥാനപരമായിട്ട് നമുക്കുണ്ടാവേണ്ട ജീവിതത്തിനപ്പുറം പുരോഗമിച്ച് സങ്കീർണവും സമ്പന്നവുമായിട്ടുള്ളൊരു സമൂഹം. ഈ ഒരു വീക്ഷണം നാഗരികതയെ വേട്ടയാടി ജീവിക്കുന്ന സമൂഹങ്ങളിൽ നിന്നും മറ്റും വേർതിരിക്കുന്നു. നാഗരികതയുടെ പ്രക്രിയയിൽ സമൂഹത്തിൻ്റെ ഘടനയിലും സംസ്കാരത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾപ്പെടുന്നു. ഗോത്രവർഗ, ഗ്രാമീണ, നഗര സംസ്കാരങ്ങൾ ഉൾപ്പെടെ വിവിധ സംസ്കാരങ്ങളുടെ പഠനം ഈ ഒരു നാഗരിക വീക്ഷണത്തിൽ ഉൾപ്പെടുന്നുണ്ട്. സമൂഹവുമായി പ്രവർത്തനപരമായി ബന്ധമുള്ള വിദഗ്ധരുടെ ഒരു സംഘടനയായി ഇത് നാഗരികതയെ കാണുന്നു. ക്ലാസിക്കൽ മധ്യകാല ഗ്രന്ഥങ്ങൾ, ഭരണപരമായിട്ടുള്ള രേഖകൾ, ഗ്രാമം, ജാതി, ഐക്യം, വൈവിധ്യം തുടങ്ങിയിട്ടുള്ള നിരവധി വിഷയങ്ങളുടെ പഠനം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വ്യക്തിയാണ് സുരജിത് സിൻഹ. അവരുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററി പറയുന്നുണ്ട്. സിൻഹയുടെ പ്രധാന പഠന മേഖലകൾ എന്ന് പറയുന്നത് ബംഗാളിലെയും ബീഹാറിലെയും ഗോത്രവർഗക്കാർക്കിടയിൽ സുരജിത് സിൻഹ വിപുലമായിട്ടുള്ള ഫീൽഡ് വർക്ക് നടത്തി. 3 ആശയങ്ങളാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്: ഗോത്രജാതി, ഗോത്ര കർഷക തുടർച്ച, സാമ്പത്തിക സംരംഭങ്ങളുടെയും വംശീയ ഗ്രൂപ്പുകളുടെയും തലങ്ങൾ, മതത്തിൻ്റെ സാമൂഹ്യശാസ്ത്രം. സിൻഹയുടെ പ്രധാന ആശയങ്ങൾ: ഒന്ന്, ട്രൈബൽ സൊസൈറ്റി. ഗോത്ര സമൂഹം അവരുടെ ജീവിത ചുറ്റുപാട്, ജനസംഖ്യ, സമ്പദ് വ്യവസ്ഥ, രാഷ്ട്രീയം എന്നിവയുടെ കാര്യത്തിൽ മറ്റു വംശീയ ഗ്രൂപ്പുകളിൽ നിന്നും ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് സിൻഹ വിശ്വസിച്ചു. പ്രായം, ലിംഗഭേദം, ബന്ധുത്വം എന്നിവയ്ക്കപ്പുറം സമൂഹത്തിൻ്റെ സാമൂഹിക ശ്രേണിയെ പ്രത്യേക റോളുകളോ ഇല്ല, അവർ ഐക്യമുള്ളതും ഏകദാനവുമായിട്ടുള്ള ഒന്നായിട്ടാണ് കാണുന്നത്. മറ്റൊന്ന്, കാസ്റ്റ് ഗ്രൂപ്പ്. ഒറ്റപ്പെട്ട ഗോത്ര സമൂഹത്തിന് വിപരീതമായി ജാതി സമൂഹം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതും വൈവിധ്യപൂർണവും തട്ടുകളായിട്ട് തിരിക്കപ്പെട്ടതുമാണ്. മറ്റു ഉപസംസ്കാരങ്ങളുമായുള്ള ആശയവിനിമയത്തിലൂടെയാണ് ജാതി സമൂഹം വേറിട്ട് നിൽക്കുന്നത്. ആചാരപരമായിട്ടുള്ള അശുദ്ധി എന്ന ആശയത്തിൻ്റെ പിന്തുണയോടെ സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ചുള്ളൊരു ശ്രേണീകൃത വീക്ഷണം ജാതി സമൂഹത്തിനുണ്ട്. മറ്റൊന്ന്, കർഷക ഗ്രാമം. ഒന്നിലധികം ജാതി ഗ്രൂപ്പുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രാദേശിക സമൂഹമാണ് കർഷക ഗ്രാമം. ഇതിൽ നാഗരികതയുടെ വിവിധ കേന്ദ്രങ്ങളുമായി വിപുലമായിട്ടുള്ള പ്രാദേശിക ബന്ധങ്ങളുണ്ട്. ഗോത്രജാതി, ഗോത്ര കർഷക തുടർച്ച. ഈ ഗോത്രങ്ങൾ എങ്ങനെയാണ് പരമ്പരാഗത ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഭാഗമാകുന്നു എന്നതിലാണ് സിൻഹയുടെ ആശയങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 2 ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നു. ഒന്ന്, ഹിൽമരിയ ഗോണ്ടുകൾ. മധ്യേന്ത്യയിലെ ബസ്തർ മേഖലയിലുള്ള ഒരു ഗോത്രവിഭാഗമാണ്. ഏകദേശം 15,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള മലകളും കാടുകളും നിറഞ്ഞൊരു പ്രദേശത്താണ് ഇവർ താമസിച്ചിരുന്നത്. കലപ്പ് ഉപയോഗിച്ചുള്ള കൃഷി പരിചയപ്പെടുത്തിയെങ്കിലും ഇവരിപ്പോഴും പരമ്പരാഗതമായി വെട്ടിത്തെളിച്ചുള്ള ഒരു കൃഷി രീതിയുണ്ട്, പഴയ മോഡൽ, അതിനെയാണ് വിലമതിക്കുന്നത്. കൃഷിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഗ്രാമമാണ്. ആളുകൾ അടിസ്ഥാന ആവശ്യങ്ങൾക്കായിട്ട് സ്വന്തം നിലയിലാണ് ജീവിക്കുന്നതെങ്കിലും വസ്ത്രം, ഉപകരണങ്ങൾ എന്നിവ പ്രതിവാര ചന്തയിലൂടെ പുറത്തുനിന്ന് വാങ്ങുന്നു. ഈ മരിയകൾക്കിടയിൽ സാമൂഹ്യ ശ്രേണി ഇല്ലെങ്കിലും അവർ പ്രദേശത്തെ മറ്റ് ഗ്രൂപ്പുകളെ കുറിച്ച് ബോധവാന്മാരാണ്. അവർ ജാതികളെ ഉയർന്നത് താഴ്ന്നത് എന്നല്ല, മറിച്ച് വലിയത് ചെറിയത് എന്നാണ് കണക്കാക്കുന്നത്. അവർ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ആചാരപരമായി താഴ്ന്നവരായിട്ട് കാണുന്നു. അവർക്ക് ശക്തമായിട്ടുള്ള സ്വന്തം വിശ്വാസങ്ങളുണ്ട്, എന്നാൽ ഹിന്ദു മതത്തിൻ്റെ ആത്മീയ പാരമ്പര്യങ്ങളോ സംസ്കൃത സ്വാധീനമോ അവർക്കില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പഠനം നടത്തിയതാണ് ബരാഭൂമിയിലെ ഭൂമിജുകൾ. ഒറ്റപ്പെട്ട മരിയ ഗോത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ഭൂമിജ് ജനതയ്ക്ക് കൂടുതൽ തട്ടുകളായുള്ള സമൂഹവും ഹിന്ദു ജാതികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ശക്തമായിട്ടുള്ളൊരു മൂല്യ വ്യവസ്ഥയുണ്ട്. 1880കളിൽ ഇവരെക്കുറിച്ച് പഠിച്ച റിസ്ലിയുടെ അഭിപ്രായത്തിൽ ഭൂമിജുകൾക്ക് അവരുടെ യഥാർത്ഥ ഭാഷ നഷ്ടപ്പെടുകയും അവർ പൂർണ്ണമായും ബംഗാളി സംസാരിക്കുകയും ചെയ്തു. അവർ സ്വന്തം ദൈവങ്ങൾക്കൊപ്പം ഹിന്ദു ദൈവങ്ങളെയും ആരാധിക്കുകയും കൂടാതെ ഉയർന്ന നിലയിലുള്ളവർ ബ്രാഹ്മണരെ പുരോഹിതന്മാരായിട്ട് നിയമിക്കുകയും ചെയ്തു. മരിയകളെ അപേക്ഷിച്ച് ഭൂമിജുകൾ സ്വകാര്യ ഭൂവുടമസ്ഥതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ഗ്രാമത്തലവന് സേവനത്തിന് പ്രതിഫലമായി 1 ഏക്കർ ഭൂമിക്ക് അവകാശമുണ്ട്. കൂടാതെ വാടകക്കാരുടെ പക്കൽ നിന്ന് വാടക പിരിക്കുകയും ചെയ്യുന്നു. ഭൂമിജ് ജനത വിവിധ പിതൃദായ ക്രമത്തിലുള്ള വിവാഹ ബന്ധമുള്ള ക്ലാസുകളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. നിച്ചു, പതിത് ക്ലാസുകൾ ഏറ്റവും താഴ്ന്ന തട്ടിലായും നഗതി ക്ലാസ് ബ്രാഹ്മണ സേവനം ഉപയോഗിക്കുന്നു. എന്നാൽ മാംസവും മദ്യവും അവർ ഒഴിവാക്കും. അദായിശ്യ ക്ലാസും ബ്രാഹ്മണരെയാണ് ഉപയോഗിക്കുന്നത്. അവർ കോഴിയിറച്ചി മദ്യമൊക്കെ ഒഴിവാക്കുന്നു. സമ്പന്നരായിട്ടുള്ള ഭൂമിജുകൾ രജപുത്ര ശക്തിയരായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇതാണ് ഗോത്ര മുന്നേറ്റങ്ങൾ. 18-19 നൂറ്റാണ്ടുകളിൽ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ആദ്യകാലത്ത് ഗോത്ര സമുദായങ്ങൾക്കിടയിൽ നിരവധി വംശീയ കലാപങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു.
മുണ്ടകൾക്കിടയിൽ സർദാർ ലറായി, ബിർസ പ്രസ്ഥാനം, ഉമിജികൾക്കിടയിൽ ഗംഗനാരായണൻ ഹംഗാമ, കോൾ കലാപം, സാന്താൾ കലാപം ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്ന ഗോത്രവർഗ ഐക്യദാർഢ്യ പ്രസ്ഥാനങ്ങളുടെ പ്രധാന കാരണങ്ങളായി സിൻഹ കാണുന്നത് പാരിസ്ഥിതികവും സാംസ്കാരികവുമായിട്ടുള്ള ഒറ്റപ്പെടൽ, സാമ്പത്തിക പിന്നോക്കാവസ്ഥ, വികസിത ഗ്രൂപ്പുകളോടുള്ള നിരാശ ഇതൊക്കെയാണ്. ഈ ഗ്രൂപ്പുകളുടെ സാംസ്കാരിക സ്വയംഭരണത്തിൽ ഇടപെടരുതെന്നും എന്നാൽ ഇന്ത്യൻ ദേശീയ സംസ്കാരത്തിൻ്റെ വികസിച്ചു കൊണ്ടിരിക്കുന്ന കാതലിനെ കുറിച്ച് അവർക്ക് പഠിക്കാൻ ക്രമീകരണങ്ങൾ ചെയ്യണമെന്നും സിൻഹ വാദിക്കുന്നുണ്ട്. യഥാർത്ഥ ഗോത്ര മുന്നേറ്റങ്ങളെ സ്വാഗതം ചെയ്യുകയും വഴിതെറ്റിയ പ്രസ്ഥാനങ്ങളെ എതിർക്കുകയും വേണം. എനിക്ക് ബോസ് അതാണ് ഇനി അടുത്ത് പഠിക്കാനുള്ള ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം കൊടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ നാഗരികതയിലും സംസ്കാരത്തിലാണ് ബോസിന് പ്രാഥമിക താല്പര്യം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ സമീപനം ഇൻഡക്റ്റീവും അതുപോലെ ചരിത്രപരമായിരുന്നു. എത്നോഗ്രാഫർമാർ, ഇൻഡോളജിസ്റ്റുകൾ, സാമൂഹിക ചരിത്രകാരന്മാർ എന്നിവരുടെ സമീപനങ്ങളെ സംയോജിപ്പിച്ച ഒരു ഏകീകൃത ചട്ടക്കൂട് നൽകാൻ ബോസ് ലക്ഷ്യമിട്ടു. ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള പഠനത്തിൽ എത്നോളജിയും ഇൻഡോളജിയും സംയോജിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബോസ് ഊന്നി പറഞ്ഞു. ബോസിൻ്റെ സംഭാവനകൾ 3 ഇതിലാണ് വരുന്നത്. ഹിന്ദു സമൂഹത്തിൻ്റെ ഘടന അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ 3 ആയി തിരിച്ച് വിശകലനം ചെയ്തു. ഒന്ന് എത്നോഗ്രഫി, ഒറീസയിലെ ഛോട്ടാ നാഗ്പൂരിലെയും ഗോത്ര സമുദായങ്ങളെയും സമൂഹമായുള്ള അവരുടെ ബന്ധത്തെയും വ്യക്തമാക്കാൻ ബോസ് എത്നോഗ്രഫിക് ഡാറ്റ ഉപയോഗിക്കുന്നു. ജുവാങ് സമുദായത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഫീൽഡ് വർക്ക് ഇതിന് ഉദാഹരണമാണ്. ജുവാങ്ങുകൾക്ക് ഹിന്ദുമത ആശയങ്ങളുടെ സ്വാധീനം ഉണ്ടെന്നും അദ്ദേഹം കണ്ടെത്തി. ഛോട്ടാ നാഗ്പൂരിലെ മുണ്ട, ഒറോൺ തുടങ്ങിയിട്ടുള്ള ഗോത്രങ്ങളെക്കുറിച്ചും അദ്ദേഹം ചർച്ച ചെയ്തു. ഇൻഡോളജി, ഇതിൽ ഇതിഹാസങ്ങൾ, സ്മൃതികൾ, ബുദ്ധമത ഗ്രന്ഥങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി ഹിന്ദു സമൂഹത്തെ അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. ഗ്രാമീണ ജീവിതത്തിലെ തൊഴിൽ വിഭജനവും ഗ്രാമത്തിലെ സ്വയം പര്യാപ്തയും അദ്ദേഹം പരിശോധിക്കുന്നു. പുരാതന ബുദ്ധമത പ്രസ്ഥാനം, മധ്യകാലഘട്ടത്തിലെ ഭക്തി പ്രസ്ഥാനം എന്നിവ ഹിന്ദു സാമൂഹികഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ എങ്ങനെ വെല്ലുവിളിച്ചു എന്ന് അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട്. സോഷ്യൽ ഹിസ്റ്ററി, ബ്രിട്ടീഷ് ഭരണം ഹിന്ദു സമൂഹത്തിൻ്റെ ഘടനയെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് വിശദീകരിക്കാൻ അദ്ദേഹം ചരിത്രപരമായിട്ടുള്ള ഉദാഹരണങ്ങൾ നൽകി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായുള്ള ബന്ധം ഉപയോഗിച്ച് റായ്പൂരിലെ സിൻഹ കുടുംബം എങ്ങനെ വ്യാപാരികളും ഭൂവുടമകളുമായിട്ട് മാറിയെന്ന് അദ്ദേഹം തെളിയിച്ചു. മറ്റൊന്ന് ഹിന്ദു സമൂഹത്തിൻ്റെ ഘടന. ഹിന്ദു സമൂഹത്തിൻ്റെ ഘടന ചില ആശയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായെന്നും സാമ്പത്തിക ഘടകങ്ങൾ അതിൻ്റെ സ്ഥിരതയിലും പരിണാമത്തിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും ബോസ് വിശ്വസിച്ചു. ഇന്ത്യയിലെ വിവിധ ഗോത്ര വിഭാഗങ്ങളെ വർഗീകരിക്കാൻ ഭാഷ, മതം അല്ലെങ്കിൽ വംശം എന്നിവ ഉപയോഗിക്കുന്നതിന് പകരം ജീവനോപാധികളെ ഉപയോഗിച്ച് അവരെ തരംതിരിക്കാൻ ഏറ്റവും മികച്ച മാർഗം എന്ന് അദ്ദേഹം കരുതി. സാമ്പത്തിക ഘടകങ്ങൾ കാരണം മുഖ്യധാരാ സമൂഹത്തിലേക്ക് സംയോജിക്കാൻ ഗോത്രവർഗ്ഗക്കാർ സമ്മർദ്ദം നേരിടുന്നതായി ബോസ് നിരീക്ഷിച്ചു. മറ്റൊന്ന് ആർക്കിടെക്ചർ ആൻഡ് സിവിലൈസേഷൻ. ഒറീസയിലെ വാസ്തുവിദ്യയുടെ പരമ്പരാഗത തത്വങ്ങൾ മനസ്സിലാക്കിയ ബോസ് ശില്പശാസ്ത്ര എന്ന ഗ്രന്ഥം എഡിറ്റ് ചെയ്ത് 1932 പ്രസിദ്ധീകരിച്ചു. കൊണാർക്ക് ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടത് ഒറീസയുടെ ചരിത്രത്തിലെ വളരെ സമ്പന്നമായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണെന്ന് അദ്ദേഹം പറയുന്നു. ഈ ശില്പങ്ങൾ അന്നത്തെ ജനതയുടെ ആത്മവിശ്വാസത്തിൻ്റെയും സ്വയം പര്യാപ്തതയുടെയും പ്രതീകമാണ്. യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ അധിഷ്ഠിതമായ യൂറോപ്യൻ നാഗരികതയിൽ നിന്നും വ്യത്യസ്തമായി താരതമ്യേന സമാധാനപരമായ സാഹചര്യങ്ങൾ, സാംസ്കാരിക ബഹുസ്വരത ഈ ഒരു മാതൃക ഇന്ത്യൻ നാഗരികത വികസിപ്പിച്ചെടുത്തെന്ന് അദ്ദേഹം വാദിച്ചു. ഇന്ത്യൻ ജാതി വ്യവസ്ഥയെ അദ്ദേഹം ആചാരപരമായ അതിശുദ്ധിയുടെ മാത്രം അടിസ്ഥാനത്തിൽ കാണാൻ സമ്മതിച്ചു. പകരം പാരമ്പര്യവും തൊഴിലധിഷ്ഠിതമായ സാമ്പത്തിക സുരക്ഷിതത്വമാണ് ജാതി വ്യവസ്ഥ നിലനിൽക്കാൻ കാരണമെന്ന് അദ്ദേഹം വിലയിരുത്തി. അപ്പോൾ ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത്. ജസ്റ്റ് ഇതാ ഇതിൽ അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞ സിദുബെ പഠിച്ച 2 ജാതികളെ കുറിച്ച് പറയുന്നുണ്ട്. സിദുബല്ല, സുർജിത് സിൻഹ, ഹിൽമരിയ ഗോണ്ട്, അതുപോലെ കർഷിത രണ്ടിൻ്റെയും ഒരു കമ്പാരിസണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ബോസിൻ്റേതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.